സെർവർ കത്തി സമ്മതിക്കത്തില്ല കൈ, സത്യം പറയാം. നമ്മളെ സമ്മതിക്കൂല ഇത് ചെയ്യാൻ സമ്മതിക്കൂല നമ്മളെ. ഞാൻ ഉറപ്പ് പറയാം, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. സത്യം പറയാല്ല, വിഷമമുണ്ട് എനിക്ക് നിങ്ങളോട് പറയാൻ. പക്ഷെ ഇത് കഴിഞ്ഞ 4-5 ദിവസം അല്ലെങ്കിൽ 4-5 ദിവസമായിട്ട് ഡെവലപ്പേഴ്സ് അടക്കം രായനടക്കം ആരും ഉറങ്ങാതിരുന്ന് ഫുൾ സെറ്റ് ചെയ്തതാണ്. എല്ലാരും പറയാതിരിക്കാൻ വയ്യ കേട്ടാ, പറയാതിരിക്കാൻ വയ്യ. എല്ലാരും അലമ്പാതെ ഒന്ന് ബാക്കിൽ നിന്നാലേ പരിപാടി ആരംഭിക്കാൻ പറ്റുള്ളൂ. കൊറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഗൈസ്, കൊറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളിത് ഇതിനകത്ത്. നിങ്ങൾ ഇതിനകത്ത് കാണുന്ന ഈ ഒരു ചെറിയൊരു ഇവന്റ് മാത്രമാണ് ഇത് നടത്താൻ പോലും നമുക്ക് ഇപ്പൊ പറ്റിയില്ല. അവസ്ഥ. രമേശ് ഹുസൈൻ ബ്രോ, താങ്ക് യു സോ മച്ച് റോയൽ സ്പോൺസർഷിപ്പ്. 17 PA അല്ലേ അത്. നമ്മളെ ഒരു ലെവലിലോട്ട് എത്തിക്കഴിയുമ്പോഴത്തേക്കിന് ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ ഇങ്ങനെ ചെയ്യണ ഒരു കൂട്ടം ഓഫ് ആൾക്കാരുണ്ടാവും. അത് അവർക്ക് അവർക്കിതേ ചെയ്യാൻ പറ്റുള്ളൂ. അത് അവർക്ക് അതിൽ കൂടുതൽ വേറെ അവർക്കായിട്ടുള്ളൊരു ഐഡന്റിറ്റി ഉണ്ടാക്കി മുമ്പോട്ട് വരാൻ പറ്റത്തില്ല. അവർക്കിങ്ങനെ എവിടെയെങ്കിലും ഒളിഞ്ഞിരുന്ന് എന്തെങ്കിലും ഒരു ഇത് ചെയ്യാൻ വേണ്ടി. രായൻ്റെ എത്ര ദിവസത്തെ എഫേർട്ടാണെന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ വയ്യ. അതാണ് ധീരസ് അടിക്കുന്നവന്മാരെ പട്ടി അടിക്കണേ. സോറി മിസ്സായിട്ട് ബ്രോ, എന്ത് ചെയ്യാൻ അവസ്ഥയാണ്. എടാ ഹലോ കേക്കാവോ? ഇത് നടത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടാ. ഇത് സുഖമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, വലുത് കണ്ടവന്മാരാണ് വാസണ്ട നമ്മൾ. ഇതോട് കഴിയുമ്പോഴത്തേക്ക് നടത്തും. അവന്റെ ഒരു ലിമിറ്റ് ഉണ്ട്, 3 TB. അത് കഴിയുമ്പോ അവൻ നടത്തും. അല്ലെങ്കിൽ നമ്മള് ഓണത്തിന് ഫയലി ഞാൻ സത്യം എന്റെ അമ്മേനെ വെച്ചാൽ ഏത് മുണ്ടച്ച് കറക്റ്റ് വാച്ചിനെ പോലെ കണ്ടിട്ട് വൈദ്യ പോയിട്ടാ. ഇത് അവനൊന്നും ആയിരിക്കില്ല, ഇത് വേറെ വിചാരിച്ച് ഞാനിരിക്കുവായിരുന്നു. ലീവ് കിട്ടിയതല്ല, വൈറ്റ് ലിസ്റ്റ് എങ്ങനെ കിട്ടി? മറ്റവിടെ ജോയിൻ ആയുള്ളൂ, നമുക്ക് കിട്ടതില്ലേ ഇത്. തന്നെ പോണേ. ഞാൻ പറയട്ടെ, പയ്യൻ ലീവിലൊന്നും അല്ല, KFC അടുക്കളയിലാണ്. എക്കോ ആയിട്ടില്ലേ? ഞാൻ കാര്യം പറയട്ടാ, എന്തായാലും നമ്മൾ കുറച്ചു പേർക്ക് വാക്ക് കൊടുത്തതാണ് ഈ പരിപാടി നമ്മൾ നടത്തുമെന്ന്. ഇത് അടിച്ചു പോയി എത്ര നേരം രാവിലെ വരെ ഇരിക്കേണ്ട വന്നാലും നമ്മൾ വിചാരിച്ച പരിപാടികളൊക്കെ നടത്തിയിട്ടേ പോകത്തുള്ളൂ. നമുക്ക് നോക്കാം. ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മളിരുന്ന് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ ഒരെണ്ണം ചെയ്തിട്ടേ ഇറങ്ങുള്ളൂ. അല്ലാതെ ഇത് ക്വിറ്റ് ചെയ്ത് പോകണ പരിപാടി എന്തായാലും ഇല്ല ഇപ്പം. ഈ ജസ്റ്റ് ഈ പരിപാടി അങ്ങ് തുടങ്ങി വെച്ചിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോകാൻ പറ്റില്ല. കാരണം ഇത് മുഴുവൻ നടത്തി തീർക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വേറെ ഒരു പരിപാടി നടക്കൂല. അതാ ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് ഒരു ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകും. ഓക്കെ, നമ്മൾ എല്ലാ പരിപാടിയും നമ്മൾ സെറ്റ് ചെയ്യുന്ന എല്ലാ പരിപാടിയും നമ്മൾ കണ്ടു അങ്ങോട്ട് പോകും. അത്രേ ഉള്ളൂ. മുഴുവൻ നടത്തി തീർക്കാൻ നിന്നെ ഇന്ന് ഫുള്ള് ഇവിടെ നീട്ടി വരും. നമുക്ക് നമ്മുടെ ബാക്കി പരിപാടിക്ക് പോവാം. ബാക്കി പരിപാടി ഓക്കെ ശരി. ഇതൊന്നും തുടങ്ങാനുള്ള താമസം ഇപ്പൊ തുടങ്ങാം. കൊച്ചി പോകണ്ടേ? ഇവിടുന്ന് ഒരു 3 മണിക്ക് 4 മണിക്കെങ്കിലും ഇറങ്ങിയാലേ 3 മണിക്ക് ഇറങ്ങിയാലേ അവിടെ 7:30 ആകുമ്പോഴത്തേന് എത്താൻ പറ്റുള്ളൂ.
പറയലേ എടാ ഇപ്പൊ കറന്റ് ഉള്ള 5 പേരെ വെച്ചുള്ള ഒരു 4 ടീമിനെ ഇവിടെ ഉള്ളവരെടുത്ത് ഈ സൈഡിലോട്ട് വരാൻ പറ. 5 പേരുണ്ട്. മൈക്ക് മള്ളി പെട്ടെന്ന് ഒപ്പിച്ച ഒരു മൈക്ക് ഒപ്പിച്ചു തരാം. അഡ്മിൻസ് ആരും ഇല്ല ഇവിടെ. മൈക്ക് വേണോ? മൈക്ക് വേണം. ഞാൻ അവിടെ തന്നെ നിൽപ്പുണ്ട്. ഇവിടെ എല്ലാരും ടി വിയിലെല്ലാരും നിൽക്കുന്നുണ്ട്. ഞാൻ കുറച്ച് മേലോട്ട് കയറിക്കാം. വാ, കേക്കാവോ? ഹലോ, വീണ്ടും പി എൽ ആടാ, വീണ്ടും പി എൽ ആയി. വിളക്കം വീണ്ടും നല്ല വിളക്കം. എടാ 209 കേൾക്കുന്നുണ്ടോ? ഹലോ, കത്തിയാ ഇതെങ്ങനെ യൂസ് ചെയ്യുന്നേ? യൂസ് ചെയ്താൽ മതി, എന്നിട്ട് സംസാരിച്ചാൽ സാധാരണ സംസാരിക്കണമല്ലോ. ഹലോ കേൾക്കാവോ? മൈക്ക് ടെസ്റ്റിംഗ്. എടാ കേക്കാവോ? ഹലോ മൈക്ക് പറഞ്ഞ കേക്കാവോ? ഇത് വീഡിയോസ് അല്ല, പ്ലേയേഴ്സ് കയറുന്നതാണ്. നല്ല ബ്രോ, ബാബു പോയി ചെക്ക് ചെയ്തതാണ്. ഞാൻ കത്തി. ഓക്കെ, റിബല് കത്തി. 32 PL കൊണ്ടുവരാൻ ഒരുപാട് വർഷം കഷ്ടപ്പെട്ടിട്ടുണ്ട്. സത്യം പറയാമല്ലോ, ഒരുപാട് വർഷം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു ലെവലിലോട്ട് ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ശോകമാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി ഇപ്പം. സത്യം പറഞ്ഞ നമ്മള് കുറച്ച് ഓഡിയൻസിനെ കൊണ്ടുവന്നു എന്നുള്ളതാണ് നമ്മൾ ചെയ്ത മിസ്റ്റേക്ക് എന്ന് ഇപ്പൊ തോന്നുന്നു. ലൈക്ക് നമ്മുടെ ആ ഒരു ഗ്രോത്ത് ഇവർക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കേസ്. ഇവർക്കൊന്നും ഇവരിന്ന് എന്ത് ചെയ്തിട്ടും അതിപ്പോൾ സെർവേഴ്സ് ആയിക്കോട്ടെ, നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന സെർവറുകളായിക്കോട്ടെ, എല്ലാവർക്കും ഉണ്ട്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടാ. നമ്മളെ ഇറങ്ങിയതും ഇറക്കി വിട്ടതുമായിട്ടുള്ള സെർവറിലുള്ളവന്മാർക്കും നല്ല കഴപ്പും കടികളും ഒക്കെ ഉണ്ട്. അത് ഒട്ടും പറയാതിരിക്കാൻ പറ്റത്തില്ല. കുറേ കാര്യങ്ങൾ കോൺട്രവേഴ്സി ആവുമെന്ന് പറഞ്ഞ് സെർവേഴ്സുകൾ തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഇതിൽ എനിക്ക് തോന്നുന്നില്ല ആ ചെറിയ പയ്യനാണ് ഇത് ചെയ്യുന്നതെന്നൊന്നും. എനിക്ക് ഞാൻ ഒരു ഇതുമില്ല, എനിക്ക് തോന്നുന്നില്ല ഇതാ ഒരു ചെറിയ പയ്യനാണ് ഇത് ചെയ്യുന്നതെന്നുള്ള വിശ്വാസം നിങ്ങളിലൊക്കെ ഇപ്പോഴും ഉണ്ടെങ്കിൽ ഞാനതൊരിക്കലും വിശ്വസിക്കുന്നില്ല. സത്യം പറയാമല്ലോ, ഞാൻ അത് വിശ്വസിക്കുന്നില്ല. അണ്ണാ ചേച്ചിയെ കാണാൻ പോയോന്നോ? ആടാ, അവള് നാളെ ഇങ്ങോട്ട് വരും. നാളെ അവള് നാട്ടിൽ വന്നിട്ട് ഇതായി. അവള് എറണാകുളത്ത് ജോബല്ലേ, അപ്പം നാളെ വീട്ടിലോട്ട് വരും. ചേച്ചിയെ കണ്ടില്ല ഇതുവരെ. നീ അത് കഴിഞ്ഞിട്ട് നാളെ എറണാകുളത്ത് പോയിട്ട് വരുമ്പം ഞങ്ങളെ ചേച്ചിയൊക്കെ ആയിട്ട് നാളെ വീട്ടിലോട്ട് വരും. അല്ല, എനിക്ക് നിങ്ങളോട് സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമമുണ്ട് സത്യമായിട്ട്. സത്യം പറഞ്ഞ കേസ് നിങ്ങൾക്ക് ഞാൻ പറയാം, RP ഓഡിയൻസ് നമ്മുടെ ഒരു ബേസ് ഓഡിയൻസ് ആണ്. ലൈക്ക് അവിടെ നിന്ന് ഇപ്പോൾ വേറെ ഗെയിംസ് കളിക്കുമ്പോഴാണെങ്കിൽ പോലും അത് കാണാൻ വരുന്നവരാണെങ്കിൽ വേറെ ഗെയിംസിലാണെങ്കിൽ പോലും എന്നെ ഈ ക്യാരക്ടർ നെയിമിലാണ് വിളിക്കുന്നത്. അപ്പോൾ എനിക്കറിയാം ആ ഒരു ആൾക്കാർക്ക് കുറേ പേർക്ക് നമ്മുടെ ബേസ് ഓഡിയൻസ് തന്നെ അതാണ് ഇപ്പം. അപ്പോൾ നിങ്ങളെ അതിൽ ഇങ്ങനത്തെ ഒരു ഇതിൽ ഡിസപ്പോയിന്റ് ചെയ്യേണ്ട വന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് സത്യം പറഞ്ഞാൽ. പക്ഷേ നിങ്ങളാരും എഫേർട്ട് എടുത്തില്ലെന്ന് പറയരുത് കേട്ടോ കൈ. സത്യമായിട്ട് ഞാൻ സീരിയസ്ലി പറയാണ്. നമ്മൾ കുറേ പൈസ മുടക്കിയിട്ടുണ്ട്, കുറേ പൈസ മുടക്കി, കുറേ ടൈം മുടക്കി, കുറേ എഫേർട്ട് ഇട്ട് എല്ലാം ഇന്നത്തെ ഈ ഒരു ഇവൻറ്റിന് വേണ്ടിയിട്ട് മോർ ദാൻ എങ്ങനെ പോയാലും ഒരു 15,000 to 20,000 രൂപയെ മുകളിൽ നമ്മൾ മുടക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഡെവലപ്പറിൻ്റെ പൈസ അല്ല, ബാക്കി ഇനി ഡെവലപ്പേഴ്സിനുള്ള എമൗണ്ട് ഒക്കെ ഇനി കൊടുക്കാനുണ്ട്.
എല്ലാം കൂടി നോക്കുകയാണെങ്കിൽ നല്ലൊരു എമൗണ്ട് 10-25,000 രൂപ. അതായത് നമ്മളെ ഇതാക്കി നിൽക്കുന്ന കുറച്ച് ഓഡിയൻസ് അവർക്കുണ്ടല്ലോ, അവർക്കൊരു നല്ലൊരു വിഷ്വൽ ട്രീറ്റ് കൊടുക്കണം എന്നുള്ള രീതിയിൽ ഒരു ഇത് നമ്മുടെ സൈഡിൽ നിന്ന് ഇതാക്കണം. അപ്പം അതിന് നമ്മൾ സത്യം പറഞ്ഞാൽ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് ഗൈസ്. അത് നിങ്ങളെ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് കാണിക്കാൻ പോലും പറ്റില്ലല്ലോ എന്നുള്ള വിഷമം മാത്രമേ ഉള്ളൂ. സത്യം പറയാം, രായൻ കുറച്ച് ദിവസമായിട്ട് ഇതിന്റെ പുറകിൽ കഷ്ടപ്പെടുക. അതായത് രായൻ കഴിഞ്ഞോട്ട് പറഞ്ഞ ഓർമ്മയുണ്ടോ, നിങ്ങൾ പഴയ രായൻ എങ്ങനെയായിരിക്കും അതുപോലെ നമ്മൾ കൊണ്ടുവരും എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? ആ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് അവൻ കുറെ നാളായിട്ട് ഇരിക്കുകയായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ഇന്നത്തെ ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, ഇത് ഞാൻ ഭയങ്കര എക്സ്പെക്റ്റഡ് ആയിരുന്നു. ഞാൻ അതുകൊണ്ടാണ് കഴിച്ച് ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് കുറെ ആൾക്കാർ, ഞാനിപ്പോൾ വേറെ ഗെയിംസിലും നിങ്ങൾക്കൊരു എന്റർടൈൻമെന്റ് തരാൻ പറ്റണം എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാനിപ്പോൾ വേറെ ഗെയിമുകൾ കളിച്ചു തുടങ്ങിയതിൻ്റെ ഒരു മെയിൻ കാരണം കൂടെ അതാണ്. ഒബ്വിയസ്ലി ചാനൽ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇത് എക്സിസ്റ്റ് ചെയ്യാന്നുള്ളൊരു എപ്പോഴും എല്ലാ ക്രിയേറ്ററിനും ഉള്ളാവുന്നൊരു കാര്യമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ ലൈവ് സമയം മുടക്കി കാണുന്ന ആൾക്കാർക്ക് ഒരു എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ ഒരു റിട്ടേൺ ബാക്ക് എന്നുള്ളൊരു സാധനം നമ്മൾ കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേറെ ഗെയിംസിലോട്ടൂടെ മൂവ് ഓൺ ആയത്. ഇപ്പം നിങ്ങൾക്ക് ഒരു ദിവസം ഇങ്ങനത്തെ ഒരു സംഭവം പറ്റിയാലും നമുക്ക് വേറെ ഗെയിംസിലും ഡിപ്പെൻഡബിൾ ആവാൻ പറ്റും എന്നുള്ളൊരു ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഇപ്പം അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും. എനിക്ക് നല്ല വിഷമമുണ്ട് സത്യം പറഞ്ഞ. ഹലോ ആക്ഷൻ 5 ഹലോ അടിച്ചു പോടേ. ഇത് ഞാൻ ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്തതാവില്ല ബ്രോ. ഇത് എക്സ്പെക്ട് ചെയ്തതാണ് ഈ സാധനം. ഇത് ഉണ്ടാവുമെന്ന് എനിക്ക് അറിയായിരുന്നു. അത് എക്സ്പെക്ട് ചെയ്യണ്ടല്ലോ, അത് ഓട്ടോമാറ്റിക് വരുന്നില്ലേ. അല്ലടാ, ഇത് ഇന്ന് മറ്റേ നമ്മളില്ലാത്ത ദിവസം ഇവിടെ ഡീഡോസ് ഇല്ലടാ ആളിയാ. അതാ ഞാൻ പറഞ്ഞത്, നമ്മളില്ലാത്ത ദിവസം ഇവിടെ ഡീഡോസ് ഇല്ലായിരുന്നു. ഒരു ദിവസം പോലും ഡീഡോസ് ഇല്ലായിരുന്നു. വാറൊക്കെ എന്ത് സ്മൂത്ത് നടന്നെന്ന് അറിയോ? ചില ദിവസങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഡീഡോസ് എന്ന് പറഞ്ഞ സാധനം ഇല്ലായിരുന്നു. ഈ കഷ്ടപ്പാടൊക്കെ കൊറേ കണ്ടറിഞ്ഞതല്ലേ. ആളിയാ സത്യം എനിക്ക് ഒന്നുമില്ലടാ. ഇത് രായനുണ്ടല്ലോ, അവൻ ഉറക്കം ഊണും ഇല്ലാതെ രായനും ബാബു ഇവരെല്ലാരും കുറെ പേരായിട്ട് ഈ ഒരു ഇവന്റിന് വേണ്ടിട്ടെന്ന് പറഞ്ഞിരിക്കുക. നമ്മള് റിയൽ ലൈഫിൽ മറ്റേ ക്ലബിലൊക്കെ ഒരു പരിപാടി നടത്തുന്ന എഫേർട്ടാണ് ശരിക്കും പറഞ്ഞ ഈ ഒരു സെർവറിൽ ഓണ പരിപാടിക്ക് വേണ്ടിട്ട് എടുത്തിട്ടുള്ളത്. അതിൽ ഞാൻ പറഞ്ഞു, ഞാനിപ്പോ ഇവരോട് പറയാം, ഇതിലിപ്പോ രണ്ട് പ്രശ്നമുണ്ട്. ഒന്ന് ഡീഡോസും ഉണ്ട്, അതിന്റെ കൂടെ സെർവറിലെ ലോഡ് എല്ലാം കൂടെ ഒരു പ്രശ്നമാണ്. രണ്ട് പ്രശ്നമുണ്ട്. ഇപ്പോൾ ഒരു സെർവർ ലോഡ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സെർവറിലെ ബാക്കി എല്ലാ വണ്ടികളും എല്ലാം എടുത്ത് തൽക്കാലം സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പൊ തൽക്കാലം സിറ്റിയിൽ ഇത് ചെയ്യേണ്ടി വന്ന സാധനങ്ങൾ മാത്രം എനേബിൾ ആയിട്ട് ഒന്നും കൂടെ റീസ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ പിന്നെ ഡീഡോസ് വന്നാലും ചെറിയ ലാഗ് ഉണ്ടെങ്കിലേ ഉള്ളൂ, ബാക്കി വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ലെന്നാണ് വിശ്വാസം. നോക്കാം.